ജമ്മു കാശ്മീരിൽ ഒരു വലിയ പ്രഖ്യാപനത്തിന് ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ എന്നൊരു സൂചന ഫെബ്രുവരി 17-ാം തീയതി കാശ്മീരിൽ നടന്ന ഒരു പരിപാടിക്കിടയിൽ കേന്ദ്ര നീതിന്യായ വകുപ്പ് സഹമന്ത്രി അർജുൻ റാം മേഘ്വാൾ നൽകുകയുണ്ടായി. അത് ജമ്മു കാശ്മീരിലെ ജനം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനമായിരിക്കുമെന്ന്, ഏതായാലും അതിന്റെ പ്രക്രിയകൾ അവസാന ഘട്ടത്തിലാണ് എന്ന് കൂടി മന്ത്രി പറഞ്ഞു. എന്താണ് പ്രഖ്യാപനമെന്ന് അദ്ദേഹം പറഞ്ഞില്ലെങ്കിൽ കൂടി ജമ്മു കാശ്മീരിന് സംസ്ഥാന പദവി നൽകുന്ന അവസാന നീക്കത്തിലേക്കാണ് കേന്ദ്ര സർക്കാർ. അതിനുള്ള പ്രക്രിയകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോൾ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ ഉറപ്പ് നൽകിയതാണ് ജമ്മു കാശ്മീരിനെ സംസ്ഥാന പദവിയിലേക്ക് എത്തിക്കുമെന്ന്. കാരണം സംസ്ഥാന പദവി വരുന്നതോടുകൂടി ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് അത് ഒരുപാട് ഗുണകരമായി മാറും. മറ്റു സംസ്ഥാനങ്ങളെ പോലെ തന്നെ എല്ലാ ആനുകൂല്യങ്ങളും കാര്യങ്ങളും കാണും. അല്ലാതെ ഒരു പ്രത്യേക സംസ്ഥാന പദവി എന്നുള്ള ഇതായിരുന്നു ആർട്ടിക്കിൾ 370. അതെടുത്ത് കളഞ്ഞതോടുകൂടി സംസ്ഥാന പദവിയിലേക്ക് എത്തും. എന്നാൽ സംസ്ഥാന പദവി പെട്ടെന്ന് കൊടുക്കാൻ കഴിയാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം അവിടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു. ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കേന്ദ്രം ഒരു വമ്പൻ പ്രഖ്യാപനത്തിന് ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതൊരു വലിയ വാർത്ത തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ശേഷം ജമ്മു കാശ്മീർ 370-ാം വകുപ്പ് പ്രകാരം ഒരു പ്രത്യേക രാജ്യം പോലെയായിരുന്നു. അവർക്ക് പ്രത്യേക ഭരണഘടന ഉണ്ടായിരുന്നു, പ്രത്യേക പതാക ഉണ്ടായിരുന്നു. അവിടുത്തെ കേസുകളും മറ്റും പ്രത്യേക രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത്. അതെല്ലാം പാടെ മാറ്റിമറിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ മറ്റേത് പൗരന് ലഭിക്കുന്ന അതേ അവകാശങ്ങൾ എന്ന നിലയിലേക്ക് തുല്യത വരുത്തുകയും എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ എന്ന ഗണത്തിലേക്ക് പെടുത്തുകയും ജമ്മു കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം മാത്രമല്ല ഒരു സംസ്ഥാനം കൂടിയാണ് എന്ന് കേന്ദ്രം പ്രഖ്യാപിക്കുകയാണ്. അധികം വൈകാതെ തന്നെ ഒരു വലിയ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരം. ന്യൂസ് ഡെസ്ക് മലയാളം.